മറ്റുള്ള മതസ്ഥരോടും അവരുടെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒരാൾ സാദൃശ്യപ്പെട്ടാലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. പേരുകൊണ്ടും തറവാടുകൊണ്ടൊക്കെ നമ്മൾ ആളയിക്കും, പള്ളിയിലൊക്കെ പോകും, നിസ്കാരം സുന്നത്തൊക്കെ ഉണ്ടാവും. പക്ഷെ മറ്റൊരു മതസ്ഥന്റെ ആദർശം, അവന്റെ വിശ്വാസം, അവന്റെ സംസ്കാരങ്ങൾ, അവന്റെ വേഷഭൂഷാദികൾ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് ഒരിക്കലും നമ്മൾ ആരുടെയെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വാക്കുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസാണ്. ഒരിക്കൽ നബി തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് പറയാ, എന്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ വരും, അവർ യഹൂദി നസാറാക്കളുടെ മാർഗം അതേപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. എത്ര കൃത്യം! ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ പോലെ പിൻപറ്റി നടക്കും. എത്രത്തോളം എന്നാൽ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ആ മാളത്തിലും പ്രവേശിക്കും. എത്ര അപകടം ഉണ്ടെന്ന് അറിഞ്ഞാലും ശരി, അവര് ചെയ്യുന്നുണ്ടോ, എന്താ ഞമ്മക്കും കുഴപ്പം, എന്താ ഇത്ര പ്രശ്നം എന്ന് അവൻ ചിന്തിക്കും, അവൻ അതിലേക്ക് ചെന്നപ്പെടും. അതുകൊണ്ട് തന്നെയാ നബി തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മാനുഷികമായ സൗഹൃദങ്ങളും സ്നേഹവും പരിഗണനയും അവകാശ ബാധ്യതകളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ മതത്തിന്റെ വിഷയം വന്നാൽ, വിശ്വാസത്തിന്റെ വിഷയം വന്നാൽ, അഖീദയുടെ വിഷയം വന്നാൽ, ദീനിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റു മതസ്ഥന്റെ വിശ്വാസവും ആചാരവും സംസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അവർ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ മജൂസികളോട് എതിരാകണം. ഞാൻ ആ ഹദീസിലെ അതേ ലഫ്ള വായിച്ചത്, കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന മതസ്ഥരുടെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില സമയത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പോലും പാടില്ല. നിസ്കാരം എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ് നമസ്കാരം. ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്ത്പ്പെട്ട നമസ്കാരം. പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഒരൊറ്റ കാര്യമാണായിട്ട് പറയും. മുസ്ലിമീങ്ങളുടെ 2 പെരുന്നാളുകളേക്കാൾ ഇന്ന് മുസ്ലിമീങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്നത് മറ്റു മതസ്ഥരുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങൾ സമ്മതിക്കും. കച്ചവടക്കാർ, അങ്ങാടികൾ, കലാലയങ്ങൾ എല്ലാം ആണും പെണ്ണുമായ ഓരോരുത്തരും ഇന്ന് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നതും പ്രചരിപ്പിക്കുന്നതും അതിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പെടുന്നതും, സഹോദരങ്ങളെ, മറ്റു മതസ്ഥരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ കേവലം ഒരു ഭക്ഷണമല്ല, കേവലം ഒരു വസ്ത്രമല്ല. എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു ദർശനമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു പുരാണമുണ്ട്. അത് പഠിക്കാത്ത പുതുതലമുറയോട് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കിട്ട് പൊങ്കാലയിട്ടാലും ഒന്നേ പറയാനുള്ളൂ, ദീനായിട്ട് ഇസ്ലാമല്ലാത്തൊരു മാർഗത്തെ ഒരു മനുഷ്യൻ സ്വീകരിച്ച് നടന്നാൽ അത് വിലപ്പോവില്ല, അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്തിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. ഇസ്ലാമിന്റെ ആഘോഷമാണ് നമ്മുടെ ആഘോഷം, ഇസ്ലാമിന്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തന്നെയോ എന്തോ അറിയാതെ നമ്മുടെ കെണിയിലേക്ക്, നമ്മളത്തരം വലകളിലേക്ക് ചെന്ന് ചാടുമ്പോൾ ശ്രദ്ധയുണ്ടാവണേ എന്ന് മാത്രം സ്നേഹത്തോടെ നസീഹത്തോടെ അതിനെ ഉൾക്കൊള്ളണമെന്നും വളരെ ചെറിയൊരു സന്ദേശമായി മനസ്സിലാക്കി അതിന്റെ ഡീറ്റെയിൽ ആയ പഠനത്തിന് തയ്യാറായാൽ നമുക്ക് ബോധ്യപ്പെടും അതിന്റെ ഗൗരവം എത്രയാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ, മതത്തിനെ ശരിക്കൊന്ന് പഠിച്ച് എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കണമെന്ന തീരുമാനത്തോടെ ഒന്ന് നസീഹത്തായി ഇരുന്ന് ചിന്തിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് മാറി നിന്നുകൊണ്ട് ദീനിന്റെ ഇസ്സത്ത് ഉയർത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മുസ്ലിമീങ്ങളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കറിയാം ക്രിസ്തുമസ് ആകട്ടെ, ഓണമാകട്ടെ, അതേപോലെയുള്ള നമ്മുടെ നാടുകളിൽ കാണുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവ ആരാധനയിലും അധിഷ്ഠിതമാണ്. ഇത് സംശയരഹിതമായ കാര്യമാണ്. കാരണം ഓരോ ആഘോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റെതായ വക്താക്കളാണല്ലോ പറയേണ്ടത്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണിശമായ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന മതമാണ്. ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടി ബഹുദൈവാരാധനയെ, ബഹുദൈവ വിശ്വാസത്തെ അയാൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഏകനായ
ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സൃഷ്ടികൾക്കൊന്നും തന്നെ ദൈവീകതയില്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. എന്നാൽ ആരെങ്കിലും ബഹുദൈവാരാധന നടത്തുന്നവരാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇത് എല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങൾക്കും അറിയാം, അമുസ്ലിമീങ്ങൾക്കും അറിയാം. മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവൻ സ്വർഗത്തിലും ഇസ്ലാമിക വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവൻ നരകത്തിലുമാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത്, ബഹുദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു വ്യക്തി ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി നരകത്തിൽ നിത്യവാസിയായി കഴിയേണ്ടി വരും എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം. അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലും എന്തിനാണ്? നമ്മുടെ സഹോദരങ്ങളാണ്, എല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. നാം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും സ്വർഗത്തിൽ പോകണം എന്നാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹുദൈവാരാധന പാടില്ല എന്നും ഇതേപോലെയുള്ള വിശ്വാസങ്ങൾ തെറ്റാണ് എന്നും ഇതിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ? അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ ഇതേപോലെയുള്ള ആഘോഷങ്ങളുടെ കൂടെ കൂടിക്കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു വേള അവരെക്കാൾ മുൻപന്തിയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയല്ലേ വഞ്ചിക്കുന്നത്? അതേപോലെ തന്നെ ഈ സമൂഹത്തെയുമല്ലേ നമ്മൾ വഞ്ചിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഓണത്തിൻ്റെ അടിസ്ഥാനം, ഉദാഹരണത്തിന് ഓണം ഒരു ചർച്ചയാണല്ലോ. എന്താണ് ഓണാഘോഷം? അതിനെപ്പറ്റി അതിൻ്റേതായ വക്താക്കൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിൻ്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവ് കൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ്. മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്ന് നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ലേ. അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഓണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു യഥാർത്ഥ മുസ്ലിം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? മറിച്ച് ഇതെല്ലാം തെറ്റാണ്, ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് വരൂ എന്ന് സമൂഹത്തിന് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ കൂടിക്കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്?